ഞങ്ങളെ ഉടമക്ക് ബംഗാളി ഇതാ മഴ പെയ്തിട്ടാ പണിക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയത്. അയ്യോ പെയ്ത് പണിക്ക് പോകാൻ വേണ്ടിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങണ ഇറക്കിലാണ് മഴ പെയ്തത്. നമ്മളെ വീടിന്റെ മേപ്പെട്ട് ബാലകൃഷ്ണേട്ടന് 2 തെങ്ങാറുണ്ട്. പിന്നെ ബിൻസിന്റെ അവിടുന്ന് കുറച്ചാണ്ട് പോയിട്ട് ഒരു പുല്ലല പള്ളിയുണ്ട്. പള്ളിയുടെ അവിടെ ഒരു മരത്തിന്റെ കൊമ്പൊക്കെ വെട്ടാനൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേനാണ് മഴ പെയ്തത്. ഇപ്പൊ ടൈം 10 മണി. കണ്ട വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോഴത്തേനാണ് മഴ ചെയ്ത് കണ്ടില്ലേ. ഞാൻ വണ്ടിയിൽ പൈസ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ഇതിന്റെ ഫ്രണ്ടിലേക്ക് കണ്ട ഞാൻ കാണിച്ചാൽ വണ്ടിയിൽ കണ്ടില്ല പൈസ ഒക്കെ അതിൽ കൊണ്ടുവച്ചിട്ടാ. വെള്ളം കുപ്പിയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട മെഷീനൊക്കെ അതിന്റെ ബാക്കിലുണ്ട്. പോവാനുള്ള പരിപാടിയാണ്. അപ്പോഴത്തേനാണ് മഴ പെയ്തത്. മഴ പെയ്തു. അപ്പൊ കോട്ടും കൊണ്ടേക്കട്ടാ, അല്ലെങ്കിൽ പണി കിട്ടും. കോട്ടിന്റെ ആവശ്യം ഉണ്ടാവും. എന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തോല് വെട്ടണം അടുത്തുണ്ടേ താഴത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോട്ടയിട്ട് ഇതാക്കാം. അപ്പൊ നമ്മള് വണ്ടിയുടെ ഉള്ളിലേക്ക് മഴ ചാറുണ്ട്. വണ്ടിയുടെ ഉള്ളിലേക്ക് ഇട്ടാണ്. അപ്പൊ ഓക്കെ എപ്പോൾ പോകും നമ്മള്. മഴ ഒന്നുകൊണ്ട് തോർന്നു കഴിഞ്ഞാൽ അപ്പം പോകും. മഴ വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ മക്കളെ നല്ല വെള്ളമുള്ള മഴയിട്ടാ. എന്താ മഴ അല്ലേ. ചക ചീറ്റിന്റെ മുകളിൽ കൂടെ വരികയാണ്. ഞാനും ചെറുങ്ങനെ നനഞ്ഞിട്ടാ. വണ്ടിയുടെ അവിടേക്കൊക്കെ ഇറങ്ങണ വൈക്കാണ് മഴ പെയ്തത്. അപ്പൊ തന്നെ കയറിയതാണ്. എന്താ മഴ. ചീറ്റിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടാ. അവിടെയൊക്കെ ഒന്ന് കനം കുറഞ്ഞേക്കണ് മഴ. പക്ഷെ മേലെന്ന് വരുന്ന വെള്ളം നല്ലുണ്ട്. മഴക്കാലത്ത് പണി എടുക്കണം, അല്ലെങ്കിൽ അടവൊക്കെ തെറ്റും. പണിക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ മഴ ഒന്ന് കനം കുറഞ്ഞപ്പോ നമ്മൾ വണ്ടി ഇവിടുന്ന് തിരിച്ചു നിർത്തിയിട്ടാ. അപ്പൊ ഇനി ഈ കാണുന്ന കോണില്ലേ, ഈ കോണി വണ്ടിക്ക് ഒന്ന് കയറ്റിയേക്കാണ്ട്. നമ്മളെ വീട് കണ്ടേ. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ താമസട്ടാ. നമ്മളെ തറവാട് വീടാണ്. നമ്മളവിടെ വീട് പണി നടക്കണ കാരണം നമ്മൾ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇതാ വണ്ടിക്ക് കയറ്റാണ്. നമ്മളെ വടമുക്ക് ബംഗാളി ഏരിയ മഴ ചെയ്ത പല ഇതുണ്ടല്ലേ, ഗുമ്മുണ്ടല്ലേ. ഒരു സാധനം കൂടി എടുക്കാണ്ട് ആ മരം കട്ട് ചെയ്യുന്ന ചെറിയൊരു മോട്ടറുണ്ട്. അത് വാർപ്പിൻ്റെ മുകളിൽ അത്രേ. അപ്പോൾ അതൊന്നും എടുക്കാൻ വേണ്ടി പോകണം. അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ വാർപ്പിൻ്റെ മുകളിലേക്ക് പതുക്കെ കയറിയൊക്കെ അല്ലേ. വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ടാ അങ്ങനെ നമ്മളെ മോട്ടർ ഇരിക്കണം. മോട്ടർ അപ്പം ഞാൻ എടുത്തിട്ട് വണ്ടിക്ക് പോവാം. അപ്പോൾ ഓക്കെ. അപ്പം ഞാൻ നമ്മൾ പണിസ്ഥലത്ത് വന്നിട്ട് കാണട്ടെ. എവിടെയൊക്കെ പണി കാര്യങ്ങളൊക്കെ കാണാം. എന്താ മുറിക്കളതും കാര്യങ്ങളൊക്കെ കാണാം. തെങ്ങേറാണ്ട് ഇപ്പം ഇന്നിപ്പോൾ മഴ വെച്ചിട്ട് നമ്മൾ ലീവാക്കി കഴിഞ്ഞിട്ട് അടവ് പ്രശ്നമാണ്. അടവ് തെറ്റിക്കെടുക്കാണ്. അപ്പോൾ അടവിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറേ ദിവസമായി. ഇപ്പോൾ 1 മാസത്തെ എൻ്റെ അടുത്തായി ഇങ്ങനെ മഴ പെയ്യൽ തുടങ്ങിയപ്പോൾ ഇടയ്ക്കും തിരക്കായിട്ടുള്ള ചില്ലറ പണികൾ കാര്യങ്ങളാണ്. അതുകൊണ്ട് കാര്യമില്ല. ഇന്നും ഒരു ഫുൾ പണി വേണം വെച്ചിട്ടാണ്. ഓക്കെ ബൈ. ഇപ്പോൾ ഇവിടെ ബാലകൃഷ്ണച്ചൻ്റെ അവിടെയാണ് ഒരു തെങ്ങ് 2 തെങ്ങട്ടം കയറി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ പോകാൻ. അപ്പോൾ നമ്മളിതാ വണ്ടി ഇവിടെ ടാങ്കിൻ്റെ അവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി മെഷീൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അതൊരു തെങ്ങൊന്ന് കയറി കൊടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇവിടെ പോയ കെട്ടിയുള്ള കാരണം ഇവിടുന്ന് കട്ടയച്ചിട്ടാണ് കേട്ടോ കയറുന്നത്. നമ്മളെ വണ്ടിയാണ് എടുക്കുന്നത്. വാട്ടർ ടാങ്ക് അതാ. നമ്മൾ പകുതി ആയിട്ടാ. നമ്മളെ ടാങ്ക് കണ്ടില്ലേ, വാട്ടർ ടാങ്ക് എടുത്താൽ ഇതൊക്കെ കഴിഞ്ഞ് പൊളിച്ചു പോകാൻ പാടില്ലല്ലോ വാട്ടർ ടാങ്ക്. ബാലകൃഷ്ണൻ തേങ്ങ ഇറക്കി വിട്ടുണ്ട് കേട്ടോ. ഒക്കെ അങ്ങോട്ട് ഈ ഗ്യാപ്പിലേക്കാണ് ഇട്ടുകണ്ട. ആ ഗ്യാപ്പിലേക്ക് ഓരോന്നോരോന്നായിട്ട് പിടിച്ചിട്ടാണ്. ഇന്നത്തെ പരിപാടി ഇപ്പുറത്തെ കഴിഞ്ഞിട്ട് ബുക്കാണ് കംപ്ലീറ്റ്. ഇതാ ഇവിടെ ഈ സീറ്റിൻ്റെ അവിടെ ഇതാക്കിയ കാരണം ഒരു കമ്പി ഇട്ടിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഒക്കെ അങ്ങനെ ഈ ഗ്യാപ്പിലേക്കാണ് ഇട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് പരിപാടി. നമ്മുടെ ടാങ്ക് ഒന്നും കൂടി കണ്ടട്ടാ. ടാങ്ക് ഇനി ഉണ്ടാവില്ല. ടാങ്കൊക്കെ പൊളിക്കാൻ പോകാത്രേ.
ടാങ്ക്. അപ്പോൾ അവിടെ 2 തെങ്ങ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ബെൻസിൻ്റെ അവിടേക്ക് ബെൻസ് കഴിഞ്ഞ് പോകണ്ട, പുല്ലല പള്ളിയുടെ അവിടേക്ക് പോകണം. അപ്പോൾ നമ്മളെ വടമുക്ക് റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണും ചെയ്യാം. ഓക്കെ, റോഡിൻ്റെ അവസ്ഥ ഒന്നും അറിയണ്ടേ. നമ്മളവിടെ നിന്നാണ്ട് ബെൻസ് വരെ എത്തുന്നതിൻ്റെ അപ്പുറത്തേക്ക്. ഓക്കെ, ഞങ്ങൾ വടമുക്കിൻ്റെ റോഡ് കാണിച്ചു തരട്ടെ. അപ്പോൾ ഞങ്ങൾ ടാങ്കിൻ്റെ അവിടുന്ന് താടിമുക്ക് വരെ വലിയ കുഴപ്പമില്ല കേട്ടോ. താടിമുക്കിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങും. ഇവിടെ നിന്നൊരു കച്ചറ റോഡ്. ഇത് നമ്മളെ ജയൻകുട്ടിയുടെ പീടിയ, ചേട്ടൻ്റെ പീടിയ ഇട്ടത് കണ്ട്. പിന്നെ അടുത്ത ടയറിങ് നമ്മളെ മില്ലിൻ്റെ അവിടെ എത്തി. കണ്ടില്ലേ ഇവിടുന്നൊക്കെ റോഡ് കണ്ടില്ലേ, എന്തല്ലേ റോഡ്. മില്ലിൻ്റെ അടുത്ത റോഡാണ് ഇപ്പോൾ കണ്ടത്. ആകെ കുണ്ടും കുഴികളും ഉണ്ടോ മൊത്തത്തില്. അപ്പൊ ചേക്കുക്കാന്റെ പാട്ടിൽ അവിടേക്ക് എത്തി. അപ്പൊ നമ്മളിത് പോയോണ്ടിരിക്കണേ ഞങ്ങളെ പണ്ടത്തെ വീടിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത് പെരിഞ്ചീരത്തെ പേടിയാ. ഇവിടെ ഒക്കെ റോഡ് പൊളിച്ച് ഇതാക്കി കേട്ടാ. എന്തെല്ലാം റോഡ് വെച്ചിട്ടാ, ആകെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ മദർസറ അവിടേക്ക് എത്തി. അടുത്ത് പെരിഞ്ചീരത്തെ പേടിയാണ് അടുത്തേട്ടാ. നിങ്ങൾക്ക് എന്ത് പെരിഞ്ചീരത്തെ പേടിയല്ലേ. ഇതാണ് പെരിഞ്ചീരത്തെ പേടിയ. ഇവിടുന്നാണ്ട് റോഡ് അടച്ചിട്ടേക്കണെന്നാണ് എഴുതി കാണാൻ കേട്ടോ. ചേക്കന്റെ പടി. അപ്പൊ നമുക്ക് ബെൻസ് വരെ കിട്ടുമോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടാ. നമ്മള് റോഡാണ് ഈ പോയോണ്ടിരിക്കണത്. അടുത്ത പേടി എത്തിയിട്ട് അടുത്ത പേടിയാ പള്ളി എത്തി. പള്ളി എത്തിട്ട പള്ളി പള്ളിയിലോട്ട് ഡൈനിങ് റേഷൻ കട ഒക്കെ എത്തി. റോഡ് ഇപ്പോഴും കുലുക്കം തന്നെ ഉണ്ട് മൊത്തത്തിൽ പോയിട്ടിരിക്കണേ. അടുത്ത വെള്ളക്കെട്ട് ഇതാ നമ്മളെ റോഡിലെ അടുത്ത വെള്ളക്കെട്ടിന്റെ സ്ഥലത്തില്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കട്ടെ എന്താ വെള്ളക്കെട്ട് കണ്ടില്ലേ. ഇത് കുളം അതോ റോഡാ. ഒക്കെ ഇപ്പൊ റോഡ് പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് വന്ന കാരണം കേട്ടപ്പോ ഈ റോഡൊക്കെ എങ്ങനെ നാശമായിട്ടുള്ളത്. വെള്ളത്തിൽ കൂടെ തന്നെയാണ് പോണത്. നമ്മളെ വെള്ളക്കെട്ട് അടുത്തത് ഏത് വരണ്ട് വെള്ളക്കെട്ട് തന്നെ കേട്ടോ. നമ്മളെ ബെൻസിന്റെ അവിടേക്ക് എത്താനായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്താണ് പുല്ലര പള്ളി. നമ്മളെ കൂടെ റോഡ് അടച്ചിട്ടിരിക്കുന്ന കാരണം റോഡിൽ കൂടെയാണ് ഇപ്പൊ നമ്മൾ വന്നോണ്ടിരിക്കുന്നത് കേട്ടാ. അപ്പുറത്തെ 2 റോഡ് വെള്ളമാണ് ശരിക്കും. റോഡിലേക്ക് വെള്ളം കയറിയിട്ട് ആകെ ഇപ്പോ നമുക്ക് പോവാനുള്ള ഒരു റോഡ് തന്നെ ഉള്ളു. നമ്മളിതാ ബെൻസിന്റെ അവിടേക്ക് എത്തി. ഇനി അടുത്തതാണ് പുല്ലര പള്ളി. നമ്മുടെ എവിടെയാണ് അടച്ചിട്ടുള്ള കാര്യങ്ങളും നോക്കണം. നമ്മളെ കടകളിൽ റോഡുകൾ കണ്ടില്ലേ. നമ്മൾ പോയിട്ടിരിക്കണേ റോഡ് വഴി നടക്കില്ലല്ലോ. അപ്പൊ നമ്മള് ഇതുവരെയുള്ള റോഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടില്ലേ. അപ്പൊ നമ്മളെ ഏകദേശം പണിസ്ഥലം എത്താനായിട്ടാ, പുല്ലര പള്ളിയുടെ അവിടേക്ക് എത്താനായി. അപ്പൊ ഞാൻ വീടും കാര്യങ്ങളും അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമ്മളെ റോഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നാണ് ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മുടെ വടമുക്ക് റോഡിന്റെ അവസ്ഥ കേട്ടോ. വടമുക്ക് റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള സ്ഥലം കുണ്ടിലൊക്കെ ചാടും. ഇവിടുന്നാണ്ട് റോഡ് പണിയാണ് കണ്ട അടച്ചിട്ടിരിക്കണ കാരണം സ്ഥലത്തെത്തിക്കണേ. ഇവിടുന്ന് അങ്ങോട്ട് പോകില്ല. നമുക്ക് പുല്ലര പള്ളിയുടെ അവിടേക്ക് എത്തി. നമുക്ക്
ഇങ്ങോട്ട് ഈ ഗേറ്റിൻ്റെ എവിടേക്കാണ് തിരിയാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് പോകില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് പോകില്ലേ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടാ, നമ്മളെ പണി സ്ഥലത്തേക്ക് എത്തി. നമുക്ക് ഈ പ്ലാൻ തയ്യാട്ടാ കൊത്താനുള്ളത്, ഈ നിൽക്കുന്ന പ്ലാവ് ഇതൊന്ന്, പിന്നെ അപ്പുറത്തൊരു മരത്തിൻ്റെ കൊമ്പ് കൂടി ഉണ്ട്, അത് കാണിച്ചേരാ. ആ സൈഡിൽ അവിടെ കിടക്കുന്നുണ്ട്, കാണിച്ചേരേ. അവിടെ വേണ്ട കടപ്പുഴയ്ക്ക് വീണ് എടുക്കണം കേട്ടാ. എന്തിനാ കടപ്പുറത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാ ഈ സൈഡൊക്കെ വൃത്തിയാക്കി നിങ്ങൾ വിറകൊക്കെ ഒതുക്കി വെച്ചേക്കട്ടെ. ഇവിടെ ഒരു ഏനാമ്പഴം നിന്നിരുന്നേട്ടാ, അത് മുറിച്ച് പീസാക്കിക്കണട്ടെ. ഇനി ഊണ് വെച്ചിട്ട് ഒരു പ്ലാവന്തേ കൂടി, അപ്പം ഇനി ഊണ് വെച്ചിട്ട് വരട്ടെ. ഓക്കെ, വീട്ടിലേക്ക് പോട്ടെ. നമ്മൾ മുറിച്ച് ഒതുക്കിയിട്ട് കണ്ടില്ലേ, ഇവിടെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീണതിൻ്റെ. അങ്ങനെ ഊണ് കഴിക്കാൻ പോയടത്തുനിന്ന് ഞങ്ങളിത് ആ മാറഞ്ചേരിക്ക് എത്തിക്കണം കേട്ടോ. ഇന്നലെ ഇവിടെ തെങ്ങേറിയിട്ടുണ്ടായിരുന്നു, ആ പെരപ്പണി കിടക്കണേ. അപ്പോൾ ഞാൻ പഠിക്ക് പ്രതിഭേട്ടനെ തേങ്ങ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാറഞ്ചേരിക്ക്. അത് കേട്ടോ, കൊണ്ടോട്ടെ. ഇന്നലെ നമുക്ക് ഇവിടെ ആയിരുന്നു പണിയിട്ടാ തെങ്ങേറ്റോ. ഇന്നലെ എയർപോർട്ടിൽ പോയി വന്നതിൻ്റെ ശേഷം വേഗം വരുമ്പോഴത്തേന് പ്രതിവട്ടം തേങ്ങ പൊളിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്, ശരി എടുക്കണേ. പ്രതിവട്ടം ഒരു വണ്ടിയായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒരു ട്രിപ്പ് കൊണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, അത് കാണിച്ചു തരാം. എന്നിട്ട് ഒരു ചാക്ക് കൊണ്ടിട്ടോ വരുന്നുണ്ടാ. ഇനി അടുത്ത ചാക്കും കൂടി പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പോണ് പ്രതിവട്ടം കണ്ടില്ലേ. ഒരു ചാക്ക് കൊണ്ടിട്ട് രണ്ടാമത്തെ ചാക്കറ്റ് പോണേ. അപ്പോൾ നമ്മൾ തേങ്ങ കൊണ്ടുപോയി തൂക്കം കൊണ്ടു കൊടുത്തിട്ട് നമ്മൾ അധികേരിപ്പടി റോഡിലെത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ അധികേരിപ്പടിക്കുന്നെങ്കിൽ പുല്ലല പള്ളി വരെയുള്ള റോഡും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഇതിലും കൂടി കാണിച്ചു തരാം. അപ്പം മഴ പെയ്തപ്പോഴത്തേന് റോഡൊക്കെ ആകെ കണ്ടില്ലേ, വെറും വടമുക്കിൽ നിന്ന് പുല്ലല പള്ളി വരെ നേരത്തെ കാണിച്ചില്ലേ. ഇനിയിപ്പോൾ അധികേരിപ്പടിക്കുന്ന അങ്ങോട്ട് ഇട്ടാ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള സൗകര്യമില്ല. ആ ജാതിയിലാണ് റോഡ്. റോഡിന്റെ അവസ്ഥ നോക്കി, ഒരു റോഡ് മുസൈക്ക് ഇട്ടോടത്ത് കൂടി ബാക്കിയുള്ള രണ്ട് സൈഡിൽ കൂടി ചാലാണ് പോണത്. നമ്മൾ അധികം പഠിക്കാൻ പറഞ്ഞിട്ട് രണ്ടാമത്തെ ടൈനിങ്ങിലേക്ക് എത്തി. നമ്മുടെ വടമുക്ക് റോഡ് ഇതൊക്കെ ഇനി കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിന്റെ അവസ്ഥ നമുക്കൊന്ന് കാണാലോ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന റോഡാണ്. അടുത്ത വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലം ചേർന്ന് നോക്കി കണ്ടില്ലേ. നോക്കി റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ. അവിടെ നിയാസ് ഭായിയുടെ വണ്ടിയാ വരുന്നുണ്ടോ. ഇതാണ് ഇപ്പൊ റോഡിന്റെ അവസ്ഥ. ഒരു ചാല് ഒരു സൈഡിൽ കൂടി ഒരു സൈഡിൽ കൂടെ അതിന്റെ പോണായിട്ടാണ്. അങ്ങനെ നമ്മളെ ശരീരക്കാന്റെ വെളിച്ചെണ്ണ മില്ലിന്റെ എവിടേക്ക് എത്തിയിട്ടാ. ഈ ഡാനിയിലാണ് മൂപ്പര കട. ഇവിടെയാണ് റോഡ് പണി നടക്കുന്നത്, സ്കൂൾ വണ്ടി വരുന്നത്. അല്ലല്ലോ, ഇവിടെ നിന്നാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. വൺ സൈഡ് നമ്മളെ റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലേ. നമ്മൾ വീണ്ടും നമ്മൾ വണ്ടി എടുത്ത പാത്തിക്കാൻ എത്തില്ല. ഒരു വണ്ടിക്ക് കൊടുക്കണം, സൈഡ് കൊടുക്കണം. ഇപ്പൊ നേരത്തെ നമ്മൾ പണിയെടുത്തിരുന്ന വീടിന്റെ അവിടേക്കാൻ എത്തിയിട്ടാ. അങ്ങനെ വീണ്ടും അവിടേക്കാൻ എത്തി. അപ്പൊ നമ്മള് പണി കയറിയിട്ട് പോകണം നോക്കിയില്ലേ, സുരേട്ടൻ പിടിച്ചിട്ടോ ഒരു തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് കയറിയിട്ട്. സുരേട്ടനാണ് ആ പോണത്. അപ്പൊ ഈ സുരേട്ടന്റെ വീടും കൂടി കാണിച്ചു തരാം. വടമുക്കിലെ മില്ലിന്റെ അവിടെ ആ പോണ്. അങ്ങനെ നമ്മൾ വീണ്ടും വടമുക്കിലേക്ക് തന്നെ നമ്മളെ നാട്ടിലേക്ക് തന്നെ വന്നോണ്ടിരിക്കുകയാണ്. മില്ലിന്റെ അവിടെയും പണി, ഒരു തെങ്ങ് കൂടി ഷേക്കുകാരുടെ പണി. റോഡ് കണ്ടോളിട്ടോ മക്കളെ, നമ്മള് വെറുതെ പറയില്ല, റോഡ് കണ്ടോളി. ഇതാണ് നമ്മളെ വടമുക്ക് റോഡിന്റെ അവസ്ഥ. ചെക്ക ചെക്ക
ഇവരിപ്പോ തിരിയും നമ്മളെ മില്ലെത്താനായിട്ടാ. സുരേട്ടൻ്റെ വണ്ടിയാണ് എടുക്കണത്, ആ മഞ്ഞ വണ്ടി. അപ്പൊ സുരേട്ടൻ്റെ വണ്ടിക്കാണ് പോകേണ്ടേട്ടാ. സുരേട്ടൻ്റെ വണ്ടി എടുക്കണേ. മില്ലിതാ, മില്ലിന്റെ അവിടേക്ക് തിരിയരുത്. മില്ലിന്റെ അതിനെ പോണം. സുരേട്ടൻ്റെ വണ്ടിക്ക് പോണേ. നമ്മള് സജീവേട്ടൻ്റെ വീട് അത് കഴിഞ്ഞിട്ട് അടുത്ത് ശരവണേട്ടൻ്റെ വീട്. ആ കാണുന്നത് വിനോദേട്ടൻ്റെ വീട്. വിനോദേട്ടൻ്റെ വീടിൻ്റെ അവിടെ ഇട്ടപ്പോൾ നിൽക്കണത് നിൽക്കണത് അതിൻ്റെ അപ്പുറത്താണ് വീട്. ഇതേനെയാണ് സുരേട്ടൻ്റെ അവിടേക്കുള്ള വഴിയിട്ടാണ്. അപ്പോൾ സുരേട്ടൻ്റെ അവിടേക്ക് തന്നെ കണ്ട പോവാൻ ചേച്ചി. കണ്ട് സുരേട്ടൻ്റെ അവിടേക്ക് എത്തി. നമ്മൾ സുരേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടാ. തെങ്ങേറിൻ്റെ മെഷീനോ? തെങ്ങേറിൻ്റെ മെഷീൻ എടുത്തില്ല. തെങ്ങേറിൻ്റെ മെഷീൻ എടുത്തില്ല. ഇല്ല, വണ്ടിയിലില്ല. തെങ്ങേറിൻ്റെ മെഷീൻ എടുത്തില്ല, മറന്ന്. വണ്ടിയുടെ ബാക്കിലാണ്. വണ്ടിയുടെ ബാക്കിൽ കാണാനില്ല. അപ്പോൾ മെഷീൻ വണ്ടിയിലില്ലാത്ത കാരണം നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ ഉച്ചരിട്ട് ദയമായിട്ട് നേരത്തെ കയറി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ഒന്ന് തുറാനത്തേക്ക് പോകാണ്ട്. ഇനി ഇവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം തുറാനത്തേക്ക് പോകാൻ. അപ്പോൾ ഇനി തുറാനത്തെ ഞങ്ങളെ അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോകണ്ടേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണമ്പോൾ ഇവിടെ ഷിഗി രമ്യയും കൂടി വന്നിട്ടുണ്ട്. ഷിഗുണ്ണി ഇതാ വണ്ടി കയറിയിരിക്കണം കേട്ടോ. ഞാൻ ഷിഗുണ്ണി ഇതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വണ്ടി കയറാൻ വേണ്ടി വന്നിട്ട് ഷിഗുണ്ണി. അങ്ങനെ തുറാനത്തേക്ക് നമ്മൾ ഇവിടുന്ന് നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹെൽത്ത് സെൻ്ററിൻ്റെ ഇവിടെ എത്തിയിട്ടാണ്. ഇവിടെ നമുക്ക് ഹെൽത്ത് സെൻ്ററാണത്. അപ്പം ഇനി ഇങ്ങനാണ്ട് നേരെ തുറാനത്തേക്ക് വേണം. പാടം കണ്ടില്ലേ. ഇനിയിപ്പോൾ ബോട്ടിൽ പോകട്ടെ തുറാനത്തേക്ക്. അങ്ങനെ ഞങ്ങളെ തുറാനത്തെ അമ്പലത്തിലേക്ക് പോകട്ടെ. പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തുറാനത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അൻസാരിക്ക ഇവിടെ വന്നിട്ട് നിർത്തിയതാണ് കേട്ടോ. രമ്യൊക്കെ കൊണ്ട് വരാൻ അറിയില്ല. നിന്റെ എത്തിയിട്ട് കാണാൻ ചെയ്യാം. ഞാൻ പതുക്കെ എസ്കേപ്പ് ആവട്ടെ. ഞാൻ പോട്ടെ അൻസാരിക്ക. ബൈ ബൈ. വേണ്ട, ഞാൻ പതുക്കെ കിടന്നുണ്ട്. നമ്മളെ ബോട്ടാ വരുന്നേട്ടാ. ഇത് സർവീസ് ഇപ്പോൾ ഈ ടൈമിൽ ഇനി ഉണ്ടാന്ന് എനിക്കറിയില്ല. 6 മണി ആയിക്കണേ. ബോട്ട് വരുന്നുണ്ട്. അടുത്ത ട്രിപ്പില്ല നമ്മൾ കേട്ടോ. ലാസ്റ്റ് ട്രിപ്പാണ് അടുത്തതെന്ന് പറഞ്ഞത്. മഴ അറിയും. മഴ കൂടെ നമ്മൾ രമ്യനെ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടാ. ഒരു രമ്യ ഇങ്ങോട്ട് വരാണ്ട്. ലാസ്റ്റ് ട്രിപ്പാന്ന് പറഞ്ഞു. ഈ മഴയത്തോടട്ടാ ബുക്കാൻ്റെ അടിക്ക് ഓടി പോയിട്ട് നിൽക്കട്ടെ. ഭയങ്കര മഴ പെയ്തേ. ഇങ്ങനെ നമ്മൾ തിരിച്ചെത്തിട്ടാ. അപ്പോൾ മഴ പോവും ചെയ്തുകൊണ്ട് കേട്ടോ. കാറ്റും മഴയും പോകും ചെയ്ത് ശിവണ്ണി രമ്യ പിടിച്ചതാണ് നടക്കണേ. കാറ്റ് നല്ല കാരണമാണ്. അപ്പോൾ നമ്മളിതാ പോയിട്ടിരിക്കണ കേട്ടോ. ഭയങ്കര ആൾക്കാരുണ്ട്. ഫ്രണ്ടിലും ആൾക്കാരുണ്ട് കേട്ടോ. ഓയ്, അപ്പോൾ നമ്മളെല്ലാവരും കൂടി നടന്നിട്ട് ഇഞ്ചപ്പേരുടെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാല് കുഴൽ തുടങ്ങി എത്ര കേട്ടോ ശിവന്റെ കഥ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്ന് പോകണ്ടേ. ഞങ്ങളെ റോഡും ഇന്നത്തെ എല്ലാ പരിപാടിയും കണ്ടില്ല. പാടത്ത് തുറാനത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് റോഡും അധികം പഠിക്കാൻ തൊട്ടുള്ള റോഡും വെള്ളവും ഒക്കെ കണ്ടില്ല. ഇപ്പം ഈ വീഡിയോയിൽ ഫുള്ളായിട്ടാ. വെള്ളത്തിൻ്റെ ഒലി കണ്ടില്ലേ. നമ്മളെ കാലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഒലിഞ്ഞൊലിഞ്ഞു പോകട്ടെ. കാണാല്ലേ എന്തല്ലേ ഒലു. ഭയങ്കര ഒഴുക്കാണ്. വെള്ളം കുറയും തോറും ഒഴുക്ക് കൂടണല്ലേ. വെള്ളം താവും തോറായിട്ട് ഒഴുക്ക് കൂടുന്നത്. ഇന്നലെ ഒന്ന് ഇങ്ങനെ സൈക്കിളായിട്ട് വരുമ്പോഴൊന്നും ഇത്ര ഒഴുക്കുണ്ടാവുന്നില്ല. ശിവണ്യ കഥ ബാക്കിൽ ബോട്ട് വരുന്നുണ്ട് കേട്ടോ. ബോട്ട് അവിടുന്ന് വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നിട്ടെത്തി. ബോട്ട് അവിടുന്ന് വരുന്നുണ്ട്. ഇപ്പം ഏകദേശം ഞങ്ങളും ബോട്ടൊക്കെ ഒപ്പം ബോട്ട് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. കാരണമാണ് ഒരു ബോട്ട് കൊച്ചേരം നിർത്തിയിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താനായിട്ടാണ്. ഞങ്ങൾ തുറാണ് അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താനായി. ശിവണ്ണി രമ്യൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നിങ്ങളമ്പലം ആ കാണാൻ കേട്ടോ. അയ്യോ രമ്യ കഥ പോണേ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ മക്കളെ. അപ്പോൾ ഇനി നാളെ വീണ്ടും പകലാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വണ്ടിൻ്റെ മുകളിലേക്ക് എത്തിയിട്ട് ഞാൻ വിളക്ക് കത്തുന്നുണ്ട്. ശിവന് എന്നൊക്കെ നടന്നു പോട്ടാ. പോണോ അങ്ങനെ ശികുണ്ണിയും എമ്മയും ഞാനും കൂടി ഇങ്ങനെ നടന്ന് വണ്ടിൻ്റെ മുകളിൽ കൂടെ വീട്ടിലേക്ക്. വെള്ളത്തിലെത്തിട്ടാ. വെള്ളത്തിലൂടെ ടാറ്റാ ബൈ ബൈ സീ യു. സൈഡിൽ കൂടെ പോവാണെന്നുണ്ട് ചെങ്ങ ഒലിച്ചു പോകാൻ ചെങ്ങ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പിടിക്കാൻ പറ്റില്ല. ചക്ക ഉണ്ടാവുള്ളൂ. കാലിൻ്റെ ഓലോ ഓലോ സീവണിനെ പിടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകണ്ട, ഇങ്ങനെ ഇതിനെ പിടിച്ചാൽ മതിയല്ലോ. ഈ സൈഡിൽ കൂടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ വെള്ളം റോഡും അറിയാത്ത കാരണം ചിലപ്പോൾ അങ്ങോട്ട് പോകും. വെള്ളം മുട്ടിന്റെ മേലേക്ക് എന്നിട്ട് വണ്ടി ഉണ്ടായത്. എൻ്റെ ചെരുപ്പെന്താ ഇത് റോഡ് എത്തി കഴിഞ്ഞിട്ടേ വണ്ടി വീട്ടിലെത്തി.